ഒരുപക്ഷെ സംവിധായകൻ എന്നതിലുപരി ഛായാഗ്രഹൻ എന്ന നിലയിൽ കൂടി അദ്ദേഹത്തെ നമ്മൾ കൂടുതൽ ഇനിയും പഠിക്കാനുള്ള പ്രതിഭയാണല്ലേ? തീർച്ചയായിട്ടും ദിബീഷ്, കാരണം മലയാള സിനിമയിൽ സംവിധാനം, ഛായാഗ്രഹണം ഇതിലെല്ലാം തന്നെ ഷാജി സാർ അല്ലെങ്കിൽ ഷാജി എൻ കരുൺ എന്ന മനുഷ്യനുള്ള സ്ഥാനം മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്തതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ 1989 പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമാണ് പിറവി എന്ന ചിത്രം ഇറങ്ങുമ്പോൾ അതിന് ദേശീയ തലത്തിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിക്കുകയാണ്. അതേസമയം സംസ്ഥാനത്ത് രണ്ടാമത്തെ മികച്ച ചിത്രത്തിനുള്ള അവാർഡാണ് ലഭിക്കുന്നത്. ഒരേ തൂവൽ പക്ഷികൾ എന്ന ചിത്രമാണ് മികച്ച സിനിമയായിട്ട് അന്ന് എടുത്തത്. എന്നാൽ അതിൻ്റെ ഛായാഗ്രഹൻ ഷാജി സാറായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ അവാർഡ് നിഷേധിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോവുകയും ദേശീയ തലത്തിൽ പിറവി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും മികച്ച ദേശീയ ചിത്രമായി മാറുകയും ചെയ്തു. മലയാളത്തിലേക്ക് ദേശീയ അവാർഡ് കൊണ്ടുവരുന്ന ഒരു ചിത്രമായിരുന്നു പിറവി എന്നുള്ളത്. അന്ന് മാത്രമല്ല, ഇതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. ഒരു മകൻ നഷ്ടപ്പെടുന്ന അച്ഛൻ്റെ വേദനയാണ് പിറവി എന്ന ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഇത് കേരള രാഷ്ട്രീയത്തെ എന്നും പിടിച്ചു കുലുക്കിയിട്ടുള്ള അടിയന്തരാവസ്ഥ കാലത്തെ രാജൻ്റെ തിരോധാനവുമായി ബന്ധമുണ്ട് എന്നുള്ള തരത്തിലേക്കുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയർന്നു. എന്നാൽ ഷാജി എൻ കരുൺ അത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ തന്നെയും സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു മലയാള സിനിമയെ അടയാളപ്പെടുത്തുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയം കൂടി അടയാളപ്പെടുത്തി പോയിട്ടുള്ള ആളായിരുന്നു ഷാജി എൻ കരുൺ. അദ്ദേഹം ദേശീയ തലത്തിലുള്ള കാര്യങ്ങളെ അത് രാഷ്ട്രീയമായാലും കലാപരമായാലും കൃത്യമായും തൻ്റെ സിനിമകളിലൂടെ കൃത്യമായി അവതരിപ്പിച്ചു. അത് അല്ലാതെ നിലപാടുകളായി പല വിഷയങ്ങളിലോ പ്രതികരണങ്ങളായി പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങളെ കൃത്യമായി ആളുകളുടെ മുന്നിൽ പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ്. 73-ാം വയസ്സിലാണ് ഷാജി എൻ കരുൺ എന്ന പ്രതിഭ നമ്മളെ വിട്ടു പോകുന്നത്.